ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടത് ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ബ്രേക്കിംഗ് റാലിയാണ്. ഫെബ്രുവരി 3, 2026 ഇന്ത്യൻ മാർക്കറ്റ് ലിറ്ററലി എക്സ്പ്ലോഡ് ചെയ്ത ഒരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യ-US ട്രേഡ് ഡീല്, അതുപോലെ തന്നെ ട്രംപിന്റെ താരിഫ് കട്ട് അനൗൺസ്മെന്റ്, പോസ്റ്റ് ബഡ്ജറ്റ് 2026 റിക്കവറി, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കമ്പൈൻഡ് റിക്കവറിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് ബൂമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. മാർക്കറ്റിനെ ഫുൾ ബുള്ളിഷ് മോഡിലേക്ക് തള്ളിക്കയറ്റി വിട്ട ഒരു അവസരമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്തത് ഇന്ത്യൻ ഗുഡ്സിലുള്ള താരിഫ് 50% നിന്ന് 18% കുറയ്ക്കുമെന്നാണ്. ഇത് എക്സ്പോർട്ട് ഓറിയന്റഡ് സ്റ്റോക്കുകൾക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. എസ്പെഷ്യലി ടെക്സ്റ്റൈൽസ്, ഫാർമ, ഓട്ടോ, IT സർവീസിലൊക്കെയുള്ള സ്റ്റോക്കുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൊമെന്റമാണ് കിട്ടിയത്. മാർക്കറ്റിൽ ഇൻസ്റ്റന്റ് റിയാക്ഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഹെവി ബൈയിങ്, ഷോർട്ട് കവറിംഗ്, മൊമെന്റം ട്രേഡ് എല്ലാം ഒരുമിച്ച് എക്സ്പ്ലോഡ് ചെയ്ത ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സെൻസെക്സ് 83,739 ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 2000 പോയിന്റിന്റെ റാലിയാണ്. നിഫ്റ്റി 50 25,727 ആണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 60,041. ഓൾമോസ്റ്റ് 2.5% റാലി അക്രോസ് ബെഞ്ച് മാർക്കാണ് കണ്ടത്. 4% മുകളിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഹൈ ഓപ്പണിംഗ് ഒക്കെ കാണുമ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും ഒരു ഡൗൺ സൈഡ് മൊമെന്റം അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ സാധാരണയാണ്. ആ ഒരു പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്റ്റോക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇത്ര ഹാർഡായിട്ട് മുകളിലേക്ക് പോയത് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. താരിഫ് കട്ട്, എക്സ്പോർട്ട് ഏർണിംഗ്സ് ബൂസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഏർണിംഗ്സ് ആക്സലറേഷൻ ഹോപ്സ്, മാർക്കറ്റ് സെന്റിമെന്റ് ടോട്ടലി ഷിഫ്റ്റഡ് ഫ്രം സെല്ലിംഗ് ഫിയറിൽ നിന്ന് കോൺഫിഡൻസിലേക്ക് വന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ടോപ്പ് 3 ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദാനി എന്റർപ്രൈസസ് ഏതാണ്ട് 11.6% മുകളിലേക്ക് വന്നത്. അദാനി എന്റർപ്രൈസസിന്റെ Q3 പ്രോഫിറ്റ് 96 ടൈംസ് ആയിട്ട് ജമ്പ് ചെയ്തു. പ്രോഫിറ്റ് 5,627 കോടി രൂപയായിട്ടുണ്ട്. അടുത്തതായിട്ട് അദാനി പോർട്സിൽ 8.9% ഹൈക്കാണ് കാണാൻ കഴിഞ്ഞത്. Q3 പ്രോഫിറ്റ് 21% ഇയർ ഓൺ ഇയർ കാണാൻ കഴിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 3,054 കോടി രൂപയായി. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സ്റ്റോക്കിൽ ഒരു അപ്പർ സർക്യൂട്ട് റാലി ഇവിടെ കാണാൻ കഴിഞ്ഞു. എസ്പെഷ്യലി ഗോകുൽദാസ് എക്സ്പോർട്സ്, വെൽസ്പൺ ലിവിംഗിലൊക്കെ ഒരു അപ്പർ സർക്യൂട്ട് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 അദാനി എന്റർപ്രൈസസ് 11%, അദാനി പോർട്സ് 8%, ജിയോ ഫിനാൻസ് സർവീസ് 8.8%, ബജാജ് ഫിനാൻസ് 6.5%. ബാങ്കിങ്, ഫിനാൻസ്, ഇൻഫ്ര, എക്സ്പോർട്ട് തീംസ് ഓൾ ആർ പാർട്ടിസിപ്പേറ്റഡ്. അങ്ങനെ ഒരു റാലിയാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞ്. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആയതിനാൽ റിയൽ ലൂസേഴ്സ് ഓൾമോസ്റ്റ് വളരെ കുറച്ചാണ്. ബട്ട് ബെല്ല്, SBI ലൈഫ്, നെസ്ലെ ഇന്ത്യ. ഇന്നത്തെ മൊത്തം മാർക്കറ്റിന്റെ ഒരു പിക്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റാലി, ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ ഇന്ന് കണ്ടു. ഇത്തരത്തിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഇത്തരത്തിലുള്ള റാലികൾക്ക് ശേഷം ഉണ്ടാവാറുണ്ട്. ഒരുപാട് മുകളിലേക്ക് പോകാൻ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റത്തിനായിട്ട് കാത്തിരിക്കാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.